ഇന്ന് അമൃതാവ് ടി വിക്കൊപ്പം ഓണം ആഘോഷിക്കാൻ എൻ്റെ കൂടെ എത്തിച്ചേർന്നിരിക്കുന്ന വളരെ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ആ ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ സ്പീച്ച് ഒന്നും തയ്യാറാക്കിയിട്ടില്ല. ബിക്കോസ് ഐ എം ഷുവർ ഹി ഡസ് നോട്ട് നീഡ് എൻ ഇൻട്രൊഡക്ഷൻ. നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ശബ്ദം, കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖമുള്ള ഒരാളാണ് എൻ്റെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പത്മശ്രീ ഭരത് മോഹൻലാൽ. ഐ വെൽക്കം യു സർ ടു ദ ഷോ. താങ്ക് യു. ലാലേട്ടൻ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഐ ഹേർഡ് ദാറ്റ് ലാലേട്ടൻ ആ ഒരു ക്യാരക്ടറിനെ ആവാഹിക്കുകയാണ്. യു ബിക്കമിങ് ദാറ്റ് സ്വാഭാവികമായിട്ട്. അതെങ്ങനെയാണ് അത് സാധിക്കുന്നത്? അതിൻ്റെ ഒരു സീക്രറ്റ് എന്താണ്? സീക്രറ്റ് പറയാൻ പാടില്ല എന്നാണ്. ഓ, ലൈക്ക് സീക്രട്ട് റെസിപ്പീസ് എന്നൊക്കെ സീക്രട്ടൊന്നുമില്ല. ഇതൊരു എന്താ ഒരു ആക്ടിങ് അതിനെ വലിയ രീതിയിൽ പറഞ്ഞാൽ അവർ ഒരുപാട് പേര് പറയുന്ന ഒരു ഹയസ്റ്റ് ഫോം ഓഫ് ഒരു മെഡിറ്റേഷനാണ്. ഒരു വളരെ ചെറിയ സമയത്തിനിടയിൽ ഒരു ആക്ടർ എന്ന് പറയുന്നത് ദി ലൈഫ് സ്പാൻ ഓഫ് ആൻ ആക്ട്രസ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ട് എന്നാണ് പറയുന്നത്. ആ സമയമേ ഉള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, വർത്താനം പറഞ്ഞു, ഇത് കഴിഞ്ഞ സമയത്ത് വി ആർ കോൺസെൻട്രേറ്റിംഗ്, ദെൻ സംബഡി ഈസ് സേയിങ് റോൾ ക്യാമറ ആക്ഷൻ. ആ സമയത്ത് നിങ്ങൾ വേറൊരാളായിട്ട് മാറുകയാണ്. വി ആർ ട്രാൻസ്ഫോമിങ് അല്ലേ? അതുവരെ പറയാത്തൊരു ഡയലോഗ്, അതുവരെ പെട്ടെന്ന് അതുവരെ ഒന്നുമില്ലാത്തൊരു ഇമോഷൻ. അപ്പോഴത്തേക്ക് വളരെ ഭയങ്കരമായൊരു കോൺസെൻട്രേഷനും കൂടെ ആവശ്യമുണ്ട്. കാര്യം നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളൊരു ഡയലോഗ് പറയും, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകണം, അയാൾ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയണം. അപ്പോൾ അതിനിടെ ക്യാമറമാൻ പറയും യു ഹാവ് ടു ക്യാച്ച് ദ ലൈറ്റ്. ഒരുപാട് പേര് ചുറ്റും ചിലപ്പോൾ സംസാരിക്കുകയായിരിക്കും. ഒരു ഔട്ട്ഡോർ ആണെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റണം, അതൊക്കെ മറക്കണം. എന്നിട്ട് നിങ്ങളുടെ ഡയലോഗ് മെമ്മറൈസ് ചെയ്തിട്ട് അത് നമ്മൾ അന്ന് അത്ര സമയം ഇല്ലാത്ത ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് പ്രസൻറ്റ് ചെയ്യണം. ദറ്റ് ഈസ് സംതിങ് കോൾഡ് എ ഹയസ്റ്റ് മെഡിറ്റേഷൻ. ഇറ്റ്സ് എ പ്രാക്ടീസ് അല്ലേ? അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ചില നമ്മൾ സിനിമകൾ ചെയ്തൊരു പ്രാക്ടീസായിട്ട് മാറും. നമ്മളെപ്പോഴും എത്രയോ ഭയങ്കര പ്രണയരംഗം അല്ലെങ്കിൽ ഏറ്റവും വികാരപരമായ ഒരു ഡയലോഗ് ഡെലിവറി ചിലപ്പോൾ ഒരു 5000 പേര് നിൽക്കുന്ന സമയത്തായിരിക്കും ചെയ്യുന്നത്. ആൾക്കാർ ബഹളം ഉണ്ടാക്കുക, പോലീസ് ആൾക്കാരെ മാറ്റുക, അതിനുള്ളിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ആ മൊമെൻറ്റിൽ അതൊരു മാജിക് ഇഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടേം പറയും. ആ സമയത്ത് നമ്മൾ അല്ലാതായിട്ട് വേറൊരാളായിട്ട് മാറുക, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. എന്നിട്ട് തിരിച്ച് കട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നു. അതൊരു പ്രാക്ടീസാണ്. അത് എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അത് പ്രാക്ടീസ് തീർച്ചയായിട്ടും നമ്മളെ ഒരുപാട് നമ്മളറിയാത്ത ഒരുപാട് അദൃശ്യ ശക്തികൾ നമ്മളെ സഹായിക്കുന്നുണ്ടാകാം അല്ലേ? ഒരു എനർജി എന്ന് പറയുന്നതാണ്. ഇപ്പം ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. കാര്യം നമ്മൾ അന്ന് വരെ ചെയ്യാത്തൊരു കഥാപാത്രം, ഒരു ഡോക്ടർ, ഒരു സർജൻ, വലിയൊരാളായിട്ട് പോയി സർജറി ചെയ്യുന്നു. ഞാൻ പറയും എനിക്കറിയാത്തൊരു കാര്യമാണ്, ബട്ട് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഹെൽപ്പ് മീ. സഹായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ പറയാണ് എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഒരുപാട് വേ ഓഫ് ആസ്കിങ് തിങ്സ് ആണ്. നിങ്ങൾക്ക് നിങ്ങളോട് പറയാം എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയാം, ആരോടെന്ന് അറിയില്ല. ദറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ എനർജി അല്ലേ? അപ്പോൾ അത് യു ക്യാൻ കോൾ ആസ് ദൈവം എന്നോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്ത് വേണമെങ്കിലും വിളിക്കാം. പിന്നെ നമ്മൾ ഒരു കഥ വായിച്ച് ഒരു സെറ്റിലേക്ക് പോകുമ്പോഴൊന്നും നമുക്കറിയില്ല. പിന്നെ നമ്മൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ മാത്രമല്ലല്ലോ, നമ്മുടെ കൂടെ ഒരുപാട് ആക്ടേഴ്സും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ നമ്മളിലേക്ക് വരും. ഞാൻ ഞാൻ വേറെ സാധനം നോട്ടീസ് ചെയ്തെന്ന് വെച്ചാൽ ബ്ലോഗിനകത്ത് മൂവീസ് നോക്കിയപ്പോൾ 1986 ആ സമയത്ത് ഞാൻ ജനിച്ചിട്ടും കൂടിയില്ല, 95, 1986, 1987 ഈ ഇയേഴ്സിലൊക്കെ ലാലേട്ടൻ ഒരു വർഷത്തിൽ 35 to 37 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. 37 സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും നമ്മൾ പ്രധാന കഥാപാത്രമല്ല, 4 സിനിമകൾ ചെയ്തു എന്നാണ്. ചിലപ്പോൾ അതിൽ 2-3 ദിവസത്തെ റോളായിരിക്കാം ഒന്നിൽ ചെയ്തിരിക്കുന്നത്, ഒന്നിൽ 10 ദിവസത്തെ ആയിരിക്കാം. പിന്നെ ആ സമയങ്ങളിൽ നമുക്കൊരു സിനിമ ഒരു 20-25 ദിവസം കൊണ്ട് നമ്മൾ തീർക്കുമായിരുന്നു. കാര്യം അന്ന് അത്തരം സിനിമകൾ മതി, അത്രയും. പക്ഷേ സിനിമകൾ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കാലം മാറുന്നതിനനുസരിച്ച് സിനിമയിലും എല്ലാത്തിലും മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കോമ്പറ്റീഷനായി അല്ലേ? നമ്മൾ അയാൾ ചെയ്യുന്നതിനെക്കാട്ടിലും നന്നായിട്ട് നമ്മൾ ഈ സിനിമ ചെയ്യണം. പിന്നെ വേറെ ഒരുപാട് സിനിമകൾ കാണാൻ തുടങ്ങി. അപ്പം നമുക്ക് സമയം കൂടുതൽ എടുക്കേണ്ടി വന്നു. കുറച്ചുകൂടെ സീരിയസ് ആയി, കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ഉണ്ടായി സിനിമയിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ 3-4 സിനിമ ചെയ്യാൻ പറ്റും. പലരും ചോദിച്ചാൽ 35. അപ്പോൾ ആ ദിവസങ്ങളിൽ ചിലപ്പോൾ ഞാൻ 2-3 സിനിമകളിലൊക്കെ ഒരു ദിവസം അഭിനയിച്ചിട്ടുണ്ട്. അന്ന് ഒരുപാട് ആക്ടേഴ്സ് അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ മദ്രാസിലാണെങ്കിൽ ഒരു ചില പ്രധാന നടന്മാർ ചിലപ്പോൾ ഒരു 5 മണിക്കൂർ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യും, പിന്നെ അവർ വേറെ സിനിമയിൽ പോകും,
അങ്ങനെ ഡയറക്ടേഴ്സും ചെയ്യുമായിരുന്നു. ഒരു ദിവസം തന്നെ 3 സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അത് മലയാള സിനിമയിൽ മാത്രമേ നടക്കില്ലൂ. നമ്മുടെ എൻറ്റിറ്റി അല്ലെങ്കിൽ ചെറിയ ഒരു ഇൻഡസ്ട്രി ആയിരുന്നു. പക്ഷേ അത് ഇപ്പം ഒരു ഭയങ്കര ഹൈ കോമ്പറ്റീഷനും പുതിയ പുതിയ തോട്ടും ഒക്കെ വന്ന് എല്ലാ ദിവസവും സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പിന്നെ ഒരുപാട് ഗാഡ്ജറ്റ്സുകൾ വന്നു, സിനിമയുടെ പോസിബിലിറ്റീസ് നമുക്ക് മനുഷ്യൻ ഇമാജിൻ ചെയ്യുന്നതിനെക്കാട്ടിലൊക്കെ മുകളിൽ പോയി കഴിഞ്ഞു സിനിമകൾ. അത്തരം സിനിമകളാണ് ഹോളിവുഡിലൊക്കെ ഉണ്ടാകുന്നത്. കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് സിനിമയെ കാണാൻ തുടങ്ങിയ ആൾക്കാർ. പക്ഷേ നമുക്ക് അന്ന് അഭിനയിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും അഭിനയിക്കുന്നത്. അഭിനയത്തിന് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രണയം, അല്ലേ? ഈവൻ ഐ എം ഷുവർ ഈവൻ യു ടു. പ്രണയം ഒരു അടിയറവാണെന്ന് തോന്നുന്നുണ്ടോ? എപ്പോഴെങ്കിലും ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ ഒരു ഇറ്റ് ഹാസ് എ നെഗറ്റീവ് പാർട്ട് ടു ഇറ്റ്, അങ്ങനെ എപ്പോഴെങ്കിലും ലാലേട്ടന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇതിപ്പം നമ്മൾ വിചാരിക്കുന്ന പോലല്ലേ. ഇപ്പോൾ ഈ സറണ്ടർ എന്ന് പറയുന്നത് ഏത് ആസ്പെക്റ്റിലാണെന്ന് നോക്കണം, അല്ലേ? നമ്മൾ ഇത് ഒരുപാട് തരത്തിലേക്ക് മാറുമല്ലോ, അല്ലേ? ഇത് ഭക്തിയാകാം, അല്ലെങ്കിൽ സ്നേഹമാകാം, കാമമാകാം, അല്ലെങ്കിൽ റൊമാൻസ് ആകാം. അത് നിങ്ങൾ ഏതാണെന്ന് തീരുമാനിച്ച് അതിലേക്കാണ് ഈ അടിയറ വന്നത്. സറണ്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹയ്യസ്റ്റ് ഫോം ഓഫ് ഒരു സ്നേഹം തന്നെയാണ്, അല്ലേ? അപ്പോൾ അത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾ അല്ല എന്ന് പറഞ്ഞാൽ ഇതൊരു അങ്ങനെ പെട്ടെന്ന് ഒരു വാക്കിൽ പറയാൻ പറ്റുന്നത് ഇതൊരു ഒരു ഫീലിംഗ് ആണ്. അതിനെ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നതല്ല. രാവിലെ എണീറ്റിട്ട് ഞാൻ സറണ്ടർ ചെയ്യാൻ പോകുന്നതല്ലല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, അല്ലേ, എന്തിനോടാണ് പ്രണയം, അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് നേടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ എങ്ങനെ സഞ്ചരിക്കാം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചേരി വരുമ്പോഴാണ് ഇത്തരം വാക്കുകൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എങ്ങനെയുണ്ട് പ്രണയം ചോദിച്ചാൽ നല്ല സുഖമാണെന്ന് പറയാം, അല്ലേ? അല്ല എന്തിനാണ് സറണ്ടർ ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം ആലോചിക്കും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ, ഇതൊരു ഏറ്റവും മനോഹരമായ ഒരു എക്സ്പ്രഷനാണ് ജീവിതത്തിൽ. അതിനെ ഏറ്റവും രസകരമായിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻ്റലിജൻസാണ്. നിങ്ങളുടെ ഇൻ്റലിജൻസാണ് ദൈവം, നിങ്ങളുടെ ദൈവം, അല്ലേ? അപ്പോൾ ഏറ്റവും നന്നായിട്ട് ജീവിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ട് പ്രണയിക്കാൻ പറ്റുമ്പോഴാണ്. അപ്പോൾ അതൊരു സറണ്ടർ എന്നുള്ളത് ഓൾ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളാണ്, അല്ലാതെ എന്തിനു വേണ്ടി സറണ്ടർ ചെയ്യുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായൊരു എക്സ്പ്രഷനാണ് ആ പ്രണയത്തിനെ പ്രണയിക്കാൻ പഠിക്കൂ എന്നാണ്.